നമസ്കാരം. വാലന്റൈൻസ് ഡേയെ കുറിച്ച് പല കഥകളും പ്രചാരത്തിലുണ്ട്. അതിൽ ഒരു കഥയെ നമുക്ക് കേട്ടു നോക്കാം. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ റോമ സാമ്രാജ്യത്തിൽ ലുപർക്കസ് എന്ന് പറഞ്ഞ ഒരു ദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം അവിടുത്തുകാര് ഒരു ആഘോഷം നടത്തിപ്പോയിരുന്നു. ആ ആഘോഷത്തിന്റെ പേരാണ് ലൂപ്പർക്കേലിയ. ഫെബ്രുവരി 15-നാണ് ലൂപ്പർക്കേലിയ നടത്തിപ്പോരുന്നത്. പക്ഷേ അന്നുള്ള ഫെബ്രുവരി മാസം വന്നിരുന്നത് അന്നത്തെ റോമൻ കലണ്ടറിൽ വ്യത്യാസപ്പെട്ടായിരുന്നു. അന്ന് ഫെബ്രുവരി വന്നിരുന്നത് മറ്റു മാസങ്ങൾക്ക് ശേഷമായിരുന്നു, ഏകദേശം വസന്തകാലം തുടങ്ങുന്ന സമയത്ത്. ഈ ആഘോഷം നടത്തുന്നതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അന്നാട്ടിലെ കൃഷിക്കാരും പിന്നെ കാലികളെ മേയ്ക്കുന്നവരും ഒക്കെ വിചാരിച്ചിരുന്നത് തങ്ങളുടെ വിളകളെയും അതേപോലെ തന്നെ കന്നുകാലികളെയും സംരക്ഷിച്ചു പോരുന്നത് ഈ ലൂപ്പർക്കസ് ദേവൻ ആയിരുന്നു എന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് ആഘോഷം നടക്കുന്ന ഫെബ്രുവരി 15-ന് തലേ ദിവസം അന്നാട്ടിലെ പെൺകുട്ടികളെല്ലാം അവരവരുടെ പേരുകൾ പേപ്പറിൽ എഴുതിയിട്ട് അതവർ ഭരണിക്കകത്തിട്ട് വെക്കും. ഒരുപാട് വിനോദ പരിപാടികളൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ അതിൽ പങ്കുചേരുവാൻ വേണ്ടി പെൺകുട്ടികളോടൊപ്പം തന്നെ ആൺകുട്ടികളും വരാറുണ്ട്. ആൺകുട്ടികൾ ഈ ഭരണിക്കകത്തു നിന്ന് ഓരോരോ സ്ലിപ്പ് എടുക്കും. അതിൽ ആരുടെയാണോ പേര് കാണുന്നത് അവരോടൊപ്പമാണ് അവർ അന്നത്തെ വിനോദ പരിപാടികളിൽ പങ്കെടുക്കുക. അവരിൽ ചിലർ അന്യോന്യം കല്യാണം കഴിക്കുകയും ചെയ്യുമായിരുന്നു പിൽക്കാലത്ത്. കാലക്രമേണ റോമിലെ ജനങ്ങൾ അവർക്ക് ലുപ്പർക്കസിലുള്ള വിശ്വാസം കുറഞ്ഞു വന്നു. എങ്കിൽ കൂടിയും അവർ ഈ ആഘോഷത്തെ നടത്തുവാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അക്കാലങ്ങളിൽ അവിടെ വാലന്റൈൻ എന്ന് പറഞ്ഞൊരു വിശുദ്ധൻ ജീവിച്ചിരുന്നു. റോമാക്കാരെന്ത് ചെയ്തു? പുതിയ റോമൻ കലണ്ടർ അനുസരിച്ചുള്ള ഫെബ്രുവരി 14-ന് ആഘോഷം നടപ്പിൽ വരുത്തി തുടങ്ങി. ക്രിസ്തുമതക്കാരനായിട്ടുള്ള വാലന്റൈൻ വിശുദ്ധനെ കുറിച്ച് പല കഥകളും ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിലൊരു കഥ ഇപ്രകാരമാണ്. അന്ന് റോമ സാമ്രാജ്യം ഭരിച്ചിരുന്ന രാജാവ് തൻ്റെ സൈനികരെ കല്യാണം കഴിക്കാൻ അനുവദിച്ചിരുന്നില്ല. കാരണം കല്യാണം കഴിക്കാത്ത സൈനികരാണ് മെച്ചപ്പെട്ട സൈനികർ എന്നുള്ള ധാരണയിൽ. പക്ഷേ വാലന്റൈൻ്റെ അഭിപ്രായം മറ്റൊന്നായിരുന്നു. അദ്ദേഹം അവിടുത്തുകാരായിട്ടുള്ള സൈനികരെ കല്യാണം കഴിക്കുവാൻ സഹായിച്ചു. തന്മൂലം രാജാവിൻ്റെ അപ്രീതിക്ക് പാത്രീഭവിച്ച വാലന്റൈനെ രാജാവ് ഫെബ്രുവരി 14-ന് കൊന്നുകളഞ്ഞു. പക്ഷേ അന്നത്തെ റോമ സാമ്രാജ്യത്തിലെ ജനങ്ങൾ വാലന്റൈൻ സ്നേഹത്തിനു വേണ്ടി എന്തു ചെയ്തു എന്നുള്ളത് ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെയും അതോടൊപ്പം തന്നെ മനസ്സിനെയും ഓർത്തുകൊണ്ട് എല്ലാ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചു. കാലക്രമേണ വാലന്റൈനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹം അങ്ങനെ സെയിൻറ്റ് വാലന്റൈനായി. അങ്ങനെ അദ്ദേഹം സ്നേഹത്തിൻ്റെ പേട്രൺ സെയിൻ്റായിട്ട് മാറി. മറ്റൊരു കഥ കൂടി കേൾക്കാം. വാലന്റൈനെ റോമയിലെ രാജാവ് തുറുങ്കിലടച്ചു. കാരണം വാലന്റൈൻ അന്നത്തെ ആരാധനാ രീതിയോട് വിമുഖതയുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ തുറുങ്കിലടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികൾക്കെല്ലാം വളരെ വിഷമമായി. കാരണം വാലന്റൈൻ കുട്ടികളെ വളരെ ജീവനായിരുന്നു. കുട്ടികൾ എന്ത് ചെയ്തു? അവർ ചെറിയ ചെറിയ പേപ്പറുകൾ എടുത്തിട്ട് അതിനകത്ത് പൂക്കളും അതോടൊപ്പം തന്നെ പുഷ്പങ്ങളുടെയൊക്കെ പടങ്ങൾ വരച്ചിട്ട് വാലന്റൈൻ കിടക്കുന്ന കൽത്തുറുങ്കിലേക്ക് എറിഞ്ഞു കൊടുക്കുമായിരുന്നു. വാലന്റൈൻ ക്രമേണ കൽത്തുറുങ്കിന് കാവൽ നിൽക്കുന്ന സൈനികരുമായിട്ട് ചങ്ങാതത്തിലായി. അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു. അവൾ അന്ധയായിരുന്നു. വാലന്റൈൻ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ആ കുട്ടിയുടെ അന്ധത മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടു. ആ കുട്ടിയുടെ അന്ധത മാറിക്കിട്ടി. ഇത് എല്ലാം രാജാവ് കേട്ട് മനസ്സിലാക്കി. രാജാവ് ഒരു ഉപാധി മുന്നോട്ട് വെച്ചു. നീ റോമൻ ദൈവങ്ങളെ ആരാധിച്ചു കഴിഞ്ഞാൽ നിന്നെ തുറുങ്കിൽ നിന്നും വിടുവിക്കാമെന്ന്. പക്ഷേ ക്രിസ്ത്യാനിയായിട്ടുള്ള വാലന്റൈൻ അത് നിരസിച്ചു. ഫലമോ രാജാവ് വാലന്റൈനെ വധിക്കാൻ ഉത്തരവിട്ടു. ഇത് ഒരു ഫെബ്രുവരി 14-നാണ് എന്നാണ് പറയുന്നത്. വധിക്കപ്പെടുന്നതിന് മുമ്പ് വാലന്റൈൻ അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഒരു കത്തെഴുതി. ആ കത്തിന് അദ്ദേഹം ഒപ്പിട്ടത് ഫ്രം യുവർ വാലന്റൈൻ എന്നായിരുന്നു. കാലക്രമേണ റോമ സാമ്രാജ്യത്തിലെ ഒരുപാട് പേർ ക്രിസ്ത്യൻ മതത്തിലേക്ക് ചേർന്നു. അവരിൽ ചിലർ ഇംഗ്ലണ്ടിലേക്കും വരികയുണ്ടായി. ഇംഗ്ലണ്ടിൽ ഈ ആഘോഷം നടക്കുമ്പോൾ അതിലൊരു ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ പേരുകൾ പല പല സ്ലിപ്പിലാക്കി വെച്ചിട്ട്
ഇതെല്ലാം കൂടെ കളിമണ്ണിനോട് ചേർത്ത് ഒരു ബോൾ പോലാക്കി ആ ബോള് ഒരു ജാറിനകത്തുള്ള വെള്ളത്തിലിടും. കുറച്ച് സമയത്തിന് ശേഷം ഈ ബോള് ഈ കളിമണ്ണ് കൊണ്ടുള്ള പന്തുണ്ടല്ലോ ഉതിർന്ന് ഇതിനകത്തുള്ള പേരുകളടങ്ങിയ പേപ്പറുകൾ ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതിൽ ഏറ്റവും മുകളിലുള്ള പേപ്പറിലുള്ള പേര് ഉള്ള കുട്ടിയായിരിക്കും ഈ കുട്ടി ഭാവിയിൽ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് അന്നാട്ടുകാർ വിശ്വസിച്ചു പോന്നിരുന്നു. വാലന്റൈൻസ് ഡേ മറ്റു പല രാജ്യങ്ങളിലും, യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും വളരെ പ്രസിദ്ധി നേടി. യൂറോപ്യൻ രാജ്യങ്ങളിൽ പലരും ആചരിച്ചു തുടങ്ങി. ഇറ്റലിയിൽ ഫെബ്രുവരി 14 യുവാക്കന്മാർ പൂന്തോട്ടങ്ങളിൽ വെച്ച് പാട്ടുകളും അതോടൊപ്പം തന്നെ കവിതകൾ, സംഗീതം ഇവയെ ആസ്വദിച്ചു പോന്നിരുന്നു. ഓസ്ട്രിയ, ഹംഗറി ഇങ്ങനെയുള്ള രാജ്യങ്ങളിലാകട്ടെ അവിടുത്തെ കുട്ടികൾ, അവിടുത്തെ ആൺകുട്ടികൾ ഒരു വിശുദ്ധൻ്റെ പേര് തിരഞ്ഞെടുക്കുകയും ആ ഒരു വിശുദ്ധൻ്റെ കൂട്ട് അവർ ഒരു വർഷം ജീവിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു. ജർമ്മനിയിലേത് കുറച്ചുകൂടി രസകരമായിരുന്നു. അവിടെയുള്ള യുവതികൾ വിചാരിച്ചിരുന്നത് തങ്ങളുടെ ഭാവി വരനെ അവർക്ക് കണ്ടെത്താൻ സാധിക്കും. അവർ കണ്ടെത്തിയ ഉപായം എന്തെന്നോ, വാലന്റൈൻസ് ഡേയുടെ അന്ന് അവർക്ക് ഇഷ്ടമുള്ളവരുടെ പേരുകൾ പേപ്പറിൽ എഴുതിയിട്ട് അവര് ഉള്ളി എടുത്തിട്ട് അത് ചെടിച്ചട്ടിക്കുള്ളിലാക്കിയിട്ട് കുഴിച്ചിടും. അതോടൊപ്പം തന്നെ കുഴിച്ചിട്ട ഉള്ളിക്കടുത്തായിട്ട് ഓരോ ഉള്ളിക്കും അടുത്തായിട്ട് അവർ ഈ പേരുകളും കൊണ്ടുവെക്കും. ഈ ചെടിച്ചട്ടികൾ അവരുടെ തീ കായുന്നതിനടുത്ത് കൊണ്ടുവെക്കും. ഏത് ഉള്ളിച്ചെടിയാണോ എത്രയും പെട്ടെന്ന് വളരുന്നത് ആ ഉള്ളിച്ചെടിക്കടുത്ത് ഉള്ള സ്ലിപ്പിലെ പേരുകാരനെ ആയിരിക്കും തങ്ങൾ ഭാവിയിൽ കല്യാണം കഴിക്കുക എന്ന് അവർ വിശ്വസിച്ചു പോരുന്നിരുന്നു. ഇങ്ങനെ രസകരമായ ചില കഥകൾ കൂടി വാലന്റൈൻസ് ഡേക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നന്ദി, നമസ്കാരം.